ഇടുക്കി അടിമാലി ടൗണിന് സമീപമുള്ള പക്കായപ്പടി ഫയർ സ്റ്റേഷന് കൂമ്പൻപാറ റോഡരികിൽ കരിങ്കുളം ഭാഗത്ത് വൈദ്യുത ലൈനും വൈദ്യുത തൂണും അപകട ഭീഷണി ഉയർത്തുന്നു. വൈദ്യുത ലൈൻ സമീപത്തെ മരത്തിൽ മുട്ടുകയും മരം വളർന്നതോടെ വൈദ്യുതി കമ്പി മരത്തടിക്കുള്ളിലൂടെ ആവുകയും ചെയ്തു. കാറ്റ് വീശുമ്പോൾ മരത്തോടൊപ്പം വൈദ്യുത തൂണും വൈദ്യുത ലൈനുകളും ഉലയുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും അടിമാലി കുമളി ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന റോഡാണ് പക്കായപ്പടി ഫയർ സ്റ്റേഷൻ കൂമ്പമ്പാറ റോഡ്. ഈ റോഡരികിൽ കരിങ്കുളം ഭാഗത്താണ് വൈദ്യുതി ലൈനും വൈദ്യുതി തൂണും അപകട ഭീഷണി ഉയർത്തുന്നത്. പാതയോരത്തു കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ സമീപത്തെ മരത്തിൽ മുട്ടുകയും മരം വളർന്നതോടെ വൈദ്യുതി കമ്പി മരത്തടിക്കുള്ളിലൂടെയാവുകയും ചെയ്തു. കാറ്റ് വീശുമ്പോൾ മരത്തോടൊപ്പം വൈദ്യുതി തൂണും വൈദ്യുതി ലൈനുകളും ഉലയുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഇത് വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്നത് വളരെ അപകടാവസ്ഥയിലാണ്. അത് കഴിഞ്ഞ സീസണിൽ ഒരു ടച്ച് വെട്ടിയ സമയത്ത് മരത്തിന്റെ ശിഖരം വെട്ടിക്കളഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കയറി കമ്പി കോർത്തിട്ട് ഭയങ്കരമായി കാറ്റ് വരുന്ന സമയത്ത് ഈ പോസ്റ്റ് ശക്തമായിട്ട് ആടും. മരം ആടുന്ന സമയത്ത് പോസ്റ്റ് ആടും. ഏത് സമയം മറഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ശരിക്കും ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അവരൊന്ന് വലിച്ചു കെട്ടി വൃത്തിയാക്കിയാൽ മാത്രം മതി. പക്ഷെ അത് ചെയ്യാത്ത രീതിയിൽ പലവട്ടം വെറുതെ ആളുകൾ KSEBിയുടെ അധികൃതരെ ഈ വിവരം അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോഴും അവരതിനൊരു പരിഹാരം കാണാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വലിയൊരു അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിവർന്നു നിന്നിരുന്ന വൈദ്യുതി തൂണിപ്പോൾ ചെരിഞ്ഞ നിലയിലാണ്. വൈദ്യുതി തൂണിന് കൂടുതൽ ഇളക്കം സംഭവിച്ചാൽ നിലംപതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വൈദ്യുതി ലൈൻ മരത്തിൽ മുട്ടി നിൽക്കുന്നതും അപകട സാധ്യത ഉയർത്തുന്നു. മഴക്കാലമായാൽ അപകട സാധ്യത വർദ്ധിക്കും. വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത്. അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.